ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചെൽസിക്ക് വേണ്ടി ഗംഭീര പ്രകടനമാണ് ബ്രസീലിയൻ താരമായ ജാവോ പെഡ്രോ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സെമി ഫൈനലിൽ 2 കിടിലൻ ഗോളുകൾ ഇദ്ദേഹം നേടി. പിന്നീട് കലാശ പോരാട്ടത്തിൽ PSG-ക്കെതിരെ ഇദ്ദേഹം ഒരു ഗോൾ കണ്ടെത്തി. മാത്രമല്ല, ചെൽസിയുമായി വളരെ വേഗത്തിൽ ഇണങ്ങിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇത് ബ്രസീലിയൻ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു മികച്ച സ്ട്രൈക്കറെയാണ് ഇപ്പോൾ അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ജാവോ പെഡ്രോ എത്തുമോ? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പെഡ്രോ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ആരാണ് വിന്നർ എന്നുള്ളത് കാർലോ ആഞ്ചലോട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ പെഡ്രോ പറഞ്ഞിട്ടുള്ളത്. അതായത് ആരെ ടീമിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ആരെ കളിപ്പിക്കണം എന്നുള്ളത് ആഞ്ചലോട്ടിയുടെ ഒരു തീരുമാനമാണ് എന്നാണ് പെഡ്രോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദേശീയ ടീമിലേക്ക് എത്താൻ ഞാൻ എൻ്റെ ജോലി ചെയ്ത് തീർക്കേണ്ടതുണ്ട്. താരങ്ങളിൽ നിന്നും വിന്നറെ തിരഞ്ഞെടുക്കേണ്ടത് കാർലോ ആഞ്ചലോട്ടിയാണ്. ദേശീയ ടീമിന്റെ ജേഴ്സി അണിയുക എന്നുള്ളത് എപ്പോഴും വണ്ടർഫുള്ളായ ഒരു കാര്യമാണ്. പക്ഷെ എല്ലാം പരിശീലകനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എൻ്റെ ജോലി ഭംഗിയായി ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇതാണ് പെഡ്രോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സമീപകാലത്ത് ബ്രസീൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് മികച്ച ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ്. അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റാൻ കപ്പാസിറ്റിയുള്ള ഒരു സ്ട്രൈക്കറെ സമീപകാലത്ത് ബ്രസീലിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ പൊസിഷനിൽ പലപ്പോഴും പല താരങ്ങളെയുമാണ് പരിശീലകർ ഉപയോഗപ്പെടുത്താറുള്ളത്. ഏതായാലും പെഡ്രോക്ക് കാർലോ ആഞ്ചലോട്ടി അവസരം നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.